ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഒരു പാൽവായ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് ഒരു പേക്ക് പാൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ചിരുന്നു. നമ്മുടെ ആവശ്യാനുസരണം അതിന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം അതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പഴം അതിൽ കിടന്ന് വേവുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചു. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച കുറച്ച് സാബുനരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഞങ്ങളുടെ നാട്ടിലൊക്കെ സാബുനരി എന്ന് പറയുകയാണ്, പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയുന്നത്. സാബുനരിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ടാണ് വറവിടുക. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പില്ലാത്ത കാരണം ഞാൻ കുറച്ച് മുന്തിരി ഇട്ടിട്ടാണ് വറവിട്ട്. അപ്പോൾ അതൊന്ന് മുന്തിരിയൊക്കെ ഇട്ടൊന്ന് ഇതിലേക്കൊന്ന് വറവിട്ടെടുത്തു. അപ്പോൾ നമ്മുടെ പാൽവായ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. ഓക്കെ.